ഇന്നത്തെ വീഡിയോയിൽ എന്താ ഇങ്ങനെ ഒരു ഇൻട്രോ വെറൈറ്റി പിടിച്ച ഗൈസ്. അപ്പോൾ ഗൈസ് വെൽക്കം ടു ഡബിൾ ബാരൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. ഞാനൊരു വെറൈറ്റി ഇൻട്രോ ഒക്കെ കൊടുത്ത് വെറൈറ്റി വീഡിയോ ആണെന്നൊക്കെ കരുതിപ്പിച്ച് നമ്മൾ പഴയ വീഡിയോയിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചാൽ. പഴയ വീഡിയോയുടെ ബാക്കി എന്നാ ഉദ്ദേശിച്ചത്. പഴയ വീഡിയോയുടെ ബാക്കി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ ഹൂ നോസ് മീ ബെറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മുവിൻ്റെ. അപ്പോൾ അതിൻ്റെ ആ വീഡിയോ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എൻ്റെ ഇവൻ്റെ ഒക്കെ ഹൂ നോസ് മീ ബെറ്റർ വരുമെന്ന്. അപ്പോൾ അടുത്ത സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൂ നോസ് മീ ബെറ്റർ ആണ്. ആ സെക്കൻഡ് പാർട്ടാണ് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു. അത് പോട്ടെ, എൻ്റെ ഈ ചോദ്യങ്ങൾ ഇവർ രണ്ടുപേരും വട്ടം കറങ്ങി ഞാൻ കാണിച്ചു തരാം. അല്ല, എൻ്റെ ഈ ചോദ്യങ്ങളിൽ കൂടുതൽ ഉത്തരം പറയാൻ പറ്റുന്നത് അപ്പൂനായിരിക്കും. അമ്മു കൂടുതലൊന്നും പറയത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പോട്ടെ നമുക്ക് ശരിയാക്കാം. ഞാൻ ഹിൻ്റൊക്കെ ഇട്ടുതരാമോ? അമ്മ പറഞ്ഞു നിങ്ങൾ അങ്ങനൊന്നും പറ്റത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരം പറഞ്ഞു കൊടുത്തൊന്നും പറയാൻ പറ്റുന്നു. അല്ല, നല്ല ചോദ്യങ്ങളാണെന്നൊക്കെ നമുക്ക് ഇത് കഴിയുമ്പോൾ തീരുമാനിക്കാം. അത്ര വലിയ ചോദ്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. എൻ്റെ ലൈഫിലെ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം. നീ പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ആയിരിക്കും എൻ്റെ ചോദ്യങ്ങളെന്നൊക്കെ. ഏകദേശം. അപ്പോൾ ഇൻട്രോ പറ. അതിന് മുന്നേ അമ്മൂൻ്റെ പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ തലേദിവസം നടന്ന ഒരു കാര്യമൊക്കെ പറഞ്ഞ് നാണം കെടുത്തണമെന്നൊക്കെ ഉണ്ട്. എന്ത് വന്നു അറിയത്തില്ലേ? പാസ്പോർട്ട് പോയ കാര്യമൊന്നും. ഓ അതെന്തിനാ പറഞ്ഞേ? മിണ്ടാണ്ടിരിക്കും. പാസ്പോർട്ടൊക്കെ തിരിച്ച് കിട്ടി. ഞാനത് പറഞ്ഞ് നാണം കിടത്തണമെന്ന് വിചാരിച്ചാണ് ആ കാര്യം ഒന്ന് പറയാം. ഉടനെ കയറി പറഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മളെ ഹൂ നോസ് മീ ബെറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് ഇവർ കറക്റ്റായിട്ട് ഉത്തരം പറയുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞോണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നീ വിചാരിക്കുന്ന എക്സാക്ട് ഉത്തരം ഞങ്ങൾ പറയണോ അതോ ജസ്റ്റ് സാമ്യമുള്ള എന്തെങ്കിലും ഉത്തരം പറഞ്ഞാൽ മതി? അത് അടുത്തൊന്നും വരെ 0.5 മാർക്കും തരത്തൊന്നുമില്ല. എന്നാലും ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ അടുത്ത് വന്നാൽ 1 മാർക്ക് തരാം. ഞാൻ ആലോചിക്കട്ടെ. എന്തായാലും എക്സാക്ട് ഉത്തരം ഞാൻ പറയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിന് സാമ്യമായ നീ പറയാനാ ചാൻസ് കൂടുതൽ പറഞ്ഞ മാർക്ക് തരുമോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചോദ്യം, ഈ ഫസ്റ്റ് ചോദ്യം എല്ലാവരും ഉത്തരം പറയാൻ രണ്ടുപേരും ഉത്തരം പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും വലിയ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ആദ്യം ഉത്തരം അറിയാവുന്ന ആദ്യം വിസിലടിക്കുന്ന ഞാൻ കേൾക്കുന്ന ആൾ പറയും. അമ്മു ആണെങ്കിൽ അമ്മു, അപ്പു ആണെങ്കിൽ അപ്പു. അവൾ തെറ്റിച്ചാൽ എനിക്ക് ഞാൻ ആർക്കും ഫേവറേഷൻ ചെയ്യത്തില്ല. പ്രത്യേകിച്ച് എനിക്ക് അവന് ഒട്ടും എനിക്ക് ഫേവറേഷൻ ചെയ്യത്തില്ല. ഫേവറേറ്റിസം. ഓക്കെ, അങ്ങനെ അത് ഓക്കെ നമുക്ക് തുടങ്ങാം. എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാ. മണിക്കുട്ടി ഓടിത്തിറങ്ങി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഫേവറേറ്റ് ഫ്രണ്ട് ആരാ? കഴിഞ്ഞു. അപ്പോൾ ഇതെന്ത് ഉത്തരം മാർക്ക് കൊടുക്കണോ? പറ്റത്തില്ല. എന്താ പറഞ്ഞ രണ്ടുത്തരം പറഞ്ഞേ? ഇല്ല ഈ ചോദ്യം അമ്മന് കൊടുക്കുക. എന്ത് തോന്നിവാസമല്ലേ കാണിക്കുന്നത്? ഇനി ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞ ഇനി ഞാൻ ഉത്തരം 2 തവണ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് തരത്തില്ല. ഓ, ആദ്യത്തെ ഉത്തരം അമ്മ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചോദ്യം, നമുക്ക് ആദ്യം ഒരു മുമ്പത്തെ ചോദ്യമേ ഞാൻ എൻ്റെ പേര് തന്നെ പറഞ്ഞതാണ് കേട്ടതിന്. ആദ്യം അപ്പു ഞാൻ ഫ്രണ്ടെന്നാ ചോദിച്ചേ. നിന്നെ ഫ്രണ്ടായിട്ട് ഞങ്ങളെ കാക്കാം. ഓക്കെ വിട്ടേ. നമുക്ക് ആദ്യം ഒരു ഫോൺ ഉണ്ടായിരുന്നു. ചോദ്യം ഒരു ഫോൺ ഉണ്ടായിരുന്നു. അതിലൊരു സിമ്മും ഉണ്ടായിരുന്നു. ആ സിമ്മിൽ നമ്മുടെ നമ്പർ എന്തായിരുന്നു? അറിയത്തില്ലേ? അറിയില്ല. പറയണം. ഞാനൊരു ടൈം കൊടുക്കും. ആ ടൈമിനുള്ളിൽ പറഞ്ഞില്ലെങ്കിൽ ഇപ്പോഴത്തെ ആളോട് ഞാൻ കൈമാറും. 9605231379. ഒന്നുകൂടെ പറ. 9605231379. തെറ്റി. കറക്റ്റാ. 7558047. ഇത് തെറ്റാ. 9605230937. 231937 എന്നായി പറഞ്ഞേ. തെറ്റി.
ഒരു നമ്പറിൽ അപ്പോൾ ഒരു ഉത്തരം തെറ്റിപ്പോയിരിക്കുന്നത് ഗായ്സ്. ഇതൊക്കെ ആരാ ഓർത്ത് വെക്കുന്ന പിന്നെ ഗായ്സ് എൻ്റെ അൺലക്ക്. അതാണ് കറക്റ്റ് ഉത്തരം പറയണം. ഓക്കെ ഗായ്സ്, മൂന്നാമത്തെ ചോദ്യം. എൻ്റെ ഞാനിടുന്ന ഷർട്ടിൻ്റെ കറക്റ്റ് സൈസ് എത്ര? എനിക്കറിയത്തില്ല. അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഇനി ഒരു ഊഹം തരാവോ? ഊഹമൊന്നുമില്ല, കറക്റ്റ് പറഞ്ഞോണം. ഇതൊരു ടീഷർട്ട്. അത് പറ 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 പറ. 42 ആണോ? അമ്മൂൻ്റെ പോയി അയ്യോ പറ. എക്സൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എക്സൽ കറക്റ്റാണ്. സൈസാണ് ഞാൻ ചോദിച്ചത്. നമ്പറാണ് പറയാൻ പറഞ്ഞു. 42 അച്ഛൻ്റെ എൻ്റെ 40. പിന്നെ ഞാൻ 42 ആയിരുന്നത്. 42 ഒന്നും എടുത്തൊന്നുമില്ല, 40 എടുത്തോളൂ. അമ്മൂന മാർക്ക് കൊടുക്കും. ഷർട്ട് എടുത്തോണ്ട് 42 പറഞ്ഞു. ഇല്ല, ഷർട്ട് എടുത്തോണ്ടോ? ഞാൻ ടീ ഷർട്ട് നോക്ക്. എക്സൽ കറക്റ്റാണ്. എക്സൽ ഇതില്ല, മറ്റേ നമ്പറൊന്നും ഇല്ല. ഇത് ഞാൻ ഷർട്ട് എടുത്തോണ്ട് 42 ആണ് ഇടിച്ച് ഞാൻ പറയുന്നത് എന്നെ. ഓക്കെ 42 ആണെങ്കിൽ എനിക്ക് അറിയാം. 42 അല്ല, 42 അച്ഛനായിരുന്നു. 42 ഇപ്പൊ എടുത്തോണ്ട് വരാം. 42 അച്ഛൻ്റെ ആണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അയ്യോ 42 ആണെങ്കിൽ ഞാൻ വിട്ടേ. 42 ആണെങ്കിൽ ഇങ്ങോരെ മാറ്റണം. അച്ഛൻ്റെ ഷർട്ടിന്റെ സൈസ് എത്ര അച്ഛാ? കണ്ടോ 42. അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അത് വെച്ച് നിങ്ങളെ പറഞ്ഞേ. എന്നാ ഞങ്ങൾ 44 ആണ്. 42 അച്ഛനാ, 40 ഞങ്ങള്. എടാ 42 ഉള്ള ഏതെങ്കിലും ഒരെണ്ണം എടുത്തോണ്ട് വാടാ. എന്ത് ചെയ്യാ? ഇങ്ങോട്ട് വാ. 40 നമ്മുടെ അടുത്ത്. ഇങ്ങോട്ട് വാ. അത് വലുതാ. അതിട്ട് വലുതല്ലേ? കാര്യമൊന്നുമില്ല. അത് വലുതല്ലേ ഗൈസ്? ഇത് ഞാൻ എടുത്ത ഷർട്ടല്ല, ഇവൻ എടുത്ത ഷർട്ടാ. ഇവന് വേണ്ടി സെലക്ട് ചെയ്ത ഷർട്ടാ. ഇതിനകത്തെ സൈസ് എത്ര നോക്കാമോ? ഇത് വലുതാന്ന്. നീ ഇടുവോ? 42. ഇത് എത്രാമത്? 42. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കള്ളം പറയാമെന്ന് കരുതരുത്. കണ്ടോ, അത് വലുതാ. അത് പോടേ. അമ്മൂന് മാർക്ക് കൊടുത്ത വലുതാ. എന്നാ അമ്മൂന് കൊടുത്താ നിനക്ക് വേണ്ടല്ലോ. ഞാൻ കള്ളക്കളി കളിക്കാറില്ല. ഓക്കെ വെൽ ഡൺ. പക്ഷെ ഞാൻ 40 ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. അത് നീ ഇടുന്ന ഷർട്ടിന്റെ സൈസാണ് ചോദിച്ചത്. അത് വലുതാ. അത് ഓക്കെ നമുക്ക് നമ്മൾ നാലാമത്തെ ചോദ്യം. കൊച്ചിലത്തെ എൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ പറ. പറ. ടോം ആൻഡ് ജെറി. ഓ കറക്റ്റ്. അയ്യേ, എല്ലാവർക്കും ടോം ആൻഡ് ജെറിയാ ഫേവറേറ്റ് കാർട്ടൂൺ. ആര് പറഞ്ഞു? അമ്മൂന്റെ ഫേവറേറ്റ് കാർട്ടൂൺ ഏതാ? മിസ്റ്റർ ബീൻ ഉണ്ടല്ലോ. അമ്മൂന്റെ ഫേവറേറ്റ് കാർട്ടൂൺ ഏതാ? എനിക്കെല്ലാം ഇഷ്ടമായി. ടോം ആൻഡ് ജെറി തന്നെ അമ്മൂന് ഇഷ്ടമുള്ള കാർട്ടൂൺ. ഇങ്ങനത്തെ കള്ളം പറയാം. അഞ്ചാമത്തെ ചോദ്യം. ഇപ്പോൾ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഇന്ത്യയിൽ? അയ്യോ എന്താടാ? ഗോവ. അല്ലേ? അല്ല, കള്ളൻ. പറ. മണാലിയാണ്. കുളു മണാലി. നമ്മളിപ്പോ ഈയിടെ ലേറ്റസ്റ്റ് ആയിട്ട് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു. അവിടെ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു, പക്ഷേ അതാ പറഞ്ഞതാ, ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു. എനിക്ക് ആഗ്രഹമുള്ള സ്ഥലമാണ് ചോദിച്ചത്. അത് പോകാൻ ആഗ്രഹമുള്ള സ്ഥലത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യത്തുള്ളൂ. അത് നമ്മളെല്ലാവരും കൂടെ ന്യൂ ഇയറിന് പ്ലാൻ ചെയ്തതല്ലേ. കള്ളന് കഞ്ഞി വെച്ചവൻ അമ്മ കൂട്ടുന്നു. ഞാൻ ആർക്കും ഫേവറേറ്റിസം ചെയ്തിട്ടില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ ആര് പറയാനാണ് ചാൻസ്? നിനക്കായിരിക്കും ഏറ്റവും കൂടുതൽ. 10th എൻ്റെ മാർക്കിൻ്റെ പേഴ്സൻറ്റേജ് 82. കറക്റ്റാ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ അത് ഏറ്റവും കൂടുതൽ അറിയാം. അയ്യോ, ഞാൻ എന്താ മണ്ടനോ? ഏഴാമത്തെ ചോദ്യം മലയാളത്തിലെ കാര്യമാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷോ എനിക്കറിയാം. TV ഷോ ബിഗ് ബോസ്. യെസ്, ബിഗ് ബോസ്. എങ്ങനെയുണ്ട്? ബിഗ് ബോസ് ഹേറ്റേഴ്സൊക്കെ കാണും, പക്ഷേ എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമാണ്. ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2, അമ്മു 4. അമ്മ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ 4. നീയത്തെ മൊത്തം 6 ചോദ്യം ചോദിച്ചുള്ളല്ലോ. 4 അമ്മ പറഞ്ഞു. ഒരെണ്ണം ആരുണ്ടാക്കി തെറ്റിച്ചായിരുന്നല്ലോ. ഇല്ല, തെറ്റിച്ചില്ല.
തെറ്റിച്ചു. തെറ്റില്ല. ബെസ്റ്റ് ഫ്രണ്ട് പ്രവഞ്ച് അമ്മു പറഞ്ഞു. അത് തെറ്റിച്ചല്ല, രണ്ടാമത്തെ പറഞ്ഞത്. പിന്നെ നമുക്ക് ആദ്യം ഒരു ഫോൺ നമ്പർ അത് നീ തെറ്റിച്ചു. അമ്മു പറഞ്ഞില്ലല്ലോ അതിന്. ശരിയാണല്ലോ, അമ്മ ഇട്ട് കൊടുത്ത്. അടുത്ത 3 നിനക്ക് 3 അപ്പോൾ 2. കണ്ടോ ഇതാ കളി. എൻ്റെ ഒരു തെറ്റ് പറ്റിപ്പോയി. ഒരു വരെ ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കള്ളി. അപ്പോൾ ഗൈസ് അല്ലല്ല 7ാമത്തെ ചോദ്യം ഇപ്പോൾ ചോദിച്ചത്. സോറി, 7 ചോദ്യമായി. വേറെ നോക്ക്. 7 ഷർട്ട്, ഫേവറേറ്റ് കാർട്ടൂണ്, ഫേവറേറ്റ് ഷർട്ടിൻ്റെ സൈസ്, നമ്പർ, ആഗ്രഹമുള്ള പോകാൻ ആഗ്രഹമുള്ള പ്ലേസ്, അതൊന്നും പറഞ്ഞു. അപ്പോൾ ഗൈസ് 8ാമത്തെ ചോദ്യം അതും അപ്പൂനായിരിക്കും ചാൻസ് കൂടുതൽ. എല്ലാം എനിക്ക് ചാൻസ് ഉള്ളൂ, പക്ഷെ ഞാൻ പറയുമെങ്കിൽ മാത്രമല്ലോ എൻ്റെ മാർക്ക്. എൻ്റെ ഫേസ്ബുക്ക് ഫോളോവേഴ്സ്, ഇപ്പോഴത്തെ ഫോളോവേഴ്സ് എത്ര? 60K. എന്തെങ്കിലും പറയാനുണ്ടോ? കറക്റ്റ് ഇനി പറയാനൊന്നും ഇല്ല. മണ്ടി. അപ്പോൾ അപ്പൂന് 3, അമ്മൂന് 4. ഇനി ഒന്നുകൂടെ കയറി അമ്മൂൻ്റെ കൂടെ എത്തും. 9ാമത്തെ ചോദ്യം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫെസ്റ്റിവൽ. പറഞ്ഞോട്ടെ. ഓണം. കറക്റ്റ്. ഞാൻ വിസില് പോലും അടിച്ചില്ലല്ലോ. ഓണമാണോ എന്ന് എന്നോട് ചോദിക്കില്ല കേട്ടോ, ഞാൻ പറയത്തില്ല. ഉറപ്പിച്ച് പറഞ്ഞോണം. ലോക്ക് ചെയ്യണം. ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പലതും ഉദ്ദേശിച്ചു. ഈ ഉത്സവങ്ങള് അതൊക്കെ ആലോചിച്ച് പോയത്. ഇനി ഏത് അമ്പലത്തിലെ ഉത്സവം ഇഷ്ടമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ തൃശ്ശൂർ പൂരമൊക്കെ ഓക്കെ. ഇനി ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടണം. മലയാളം ഇൻഡസ്ട്രിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കോംബോ. മോഹൻലാൽ ശോഭന. കറക്റ്റാ. ഞാൻ എന്താ പറയാൻ വന്നാലും പറഞ്ഞില്ലല്ലോ, അവിടെ ഇരുന്നു. വിസിലടിക്കണം ആദ്യം. വിസിൽ ഞാൻ പൃഥ്വിരാജും മറ്റേ ബിജു മേനോനും പറഞ്ഞു. കോംബോ ഇങ്ങനെ നിന്നുപോയി. ഓക്കെ, 11ാമത്തെ ചോദ്യം. എനിക്കിപ്പോൾ ഒരു ലോട്ടറി അടിക്കുവാണെങ്കിൽ ഞാൻ ആ ലോട്ടറി അടിച്ച പൈസ കൊണ്ട് ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ലോൺ അടച്ചു തീർക്കുമോ? അത് തന്നെ ഞാൻ പറയാം. എനിക്കറിയാം രണ്ടുപേരത് പറയാമെന്ന്. കറക്റ്റ്. ഗൈസ്, ആദ്യം ലോട്ടറി അടിക്കുവാണെങ്കിൽ വീടിൻ്റെ ലോണുണ്ട്, അത് ആദ്യം അടച്ചു തീർക്കും. 2 പേർക്കും അറിയാം. അതുകൊണ്ട് സംഭാവനകൾ പ്രതീക്ഷിക്കുന്നു. സംഭാവനകൾക്ക് മുമ്പാരാകുമ്പോൾ പരിപാടി ഗംഭീരമാകുമെന്ന് പറയുന്ന പോലെ സംഭാവന. ഓക്കെ, ഇത് അപ്പൂനായിരിക്കും ചാൻസ് കൂടുതൽ. അമ്മ ഒന്നുപോലും വിസിലടിക്കുന്നത് ഞാൻ കഴിയില്ല. ഓക്കെ, അറിയാവുന്ന അടിക്കുന്നുണ്ടല്ലോ. റീസെൻ്റ്ലി എൻ്റെ വെയിറ്റ് എത്ര? ഞാൻ എന്തിനാ അടിച്ചേ? എനിക്ക് എത്ര? 62. അപ്പം നിനക്ക് 78. 80. അച്ഛൻ പറ. 80. അത് 2 കുറഞ്ഞത് അത് തെറ്റുത്തരവാ. 5 മാർക്ക് വേണോ? കാരണം അങ്ങോട്ട് പോയിരുന്നു. ഇത് ഞാനൊന്നും പറയുന്നില്ല, ആർക്ക് വേണേൽ പറയാം. ഞാൻ പല്ല് ചേർക്കുന്ന ടൂത്ത് ബ്രഷിൻ്റെ കളർ ഇവിടെ. അമ്മ പറഞ്ഞു. ഇല്ല, പറഞ്ഞില്ല. വിസിലടിച്ചേ ഉള്ളൂ. പർപ്പിളും വെള്ളയും. അയ്യോ, പറഞ്ഞു അല്ല. പിന്നെ ഇവന് ടൂത്ത് ബ്രഷിന്റെ കറ നോക്കിയിരിക്കുമല്ലോ ഞാൻ. നിന്റെ ബ്രഷിന്റെ കൂടെ തന്നെ അല്ലേ എൻ്റെ ബ്രഷ് ഇരിക്കുന്നത്, അപ്പൊ നിനക്ക് കാണാമല്ലോ. അതിനകത്ത് കുറെ ബ്രഷ് ഉണ്ട്. ഒന്ന് ബ്ലാക്ക് ഉണ്ട്. അത് നീ തേച്ചിട്ട് വെച്ചേക്കുന്നല്ലേ അത്. നീ പറ, അമ്മ പറ. അയ്യോ, രണ്ടും തെറ്റിയേ. എന്താ നിന്റെ ബ്രഷിന്റെ കളർ പറ. മെറൂൺ. പർപ്പിളാ? അത് പർപ്പിളൊന്നും അല്ല. പർപ്പിൾ മറ്റേ ഈ വയലറ്റ് പോലെ ഇരിക്കുന്നത്. ഞാൻ എടുത്തോണ്ട് വരുവേ. അതിന് പർപ്പിളാണ് പറയുന്നത്. അതൊന്നും എടുത്തോണ്ട് വരുവേ. എടുത്തോണ്ട് പോ. തരട്ടെ? നിങ്ങൾ എന്താ ചെയ്യും? എനിക്ക് മര്യാദക്ക് പോയിന്റ് കിട്ടും അല്ലേ? 0. അപ്പൂൻ്റെ ബ്രഷിൻ്റെ കൂടെ എൻ്റെ ബ്രഷ് ഇരിക്കുന്നു. എൻ്റെ ബ്രഷിൻ്റെ കളർ പറയാൻ വയ്യ. പർപ്പിൾ പറഞ്ഞേക്കുന്നു.
അയ്യോ കടിക്കൂ. ഓക്കെ, ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാം. ആദ്യം വിസിലടിക്കുന്ന ആള് ജയിക്കും. അപ്പോൾ എന്റെ കളറിന് അത് എന്റെ കണ്ണിന്. എനിക്ക് ഇടാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ്. ഓ എൻ്റെ ചെവി അടിച്ചു ഇവിടെ. പറഞ്ഞു ഒറ്റ ചാൻസേ ഉള്ളേ, ഒറ്റ ചാൻസേ ഉള്ളൂ. അത് തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ അതോ കോംബോ പിന്നെ ഒരു ചാൻസ് ഇല്ല. അവർക്ക് ഉരുണ്ട് കളിക്കാൻ പറ്റത്തില്ല. പിന്നെ ജീൻസ് ഷർട്ടും ഞാൻ പറയാം, മുണ്ട് ഷർട്ടും. അയ്യേ അത് ഞാൻ വീഡിയോയ്ക്ക് മാത്രമല്ലേ എടുത്തു. എനിക്ക് ഏറ്റവും ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് മുണ്ട് ഷർട്ടാണ്. ഞാൻ അമ്പലത്തെ വീഡിയോയ്ക്ക് വേണ്ടിയാണോ എന്ന് ഞാൻ ചോദിച്ചൊന്നുമില്ല. ബോയ്സ്, 15ാമത്തെ ചോദ്യം. മൊത്തം 20 ചോദ്യം ഉണ്ടേ. 15ാമത്തെ ചോദ്യം. ഇത് ഇത്ര പെട്ടെന്ന് 15 ചോദ്യം ആയില്ലേ? അപ്പോൾ ഗൈസ്, ഞാൻ ഇതുവരെ കളിച്ചിട്ടുള്ളതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മൊബൈൽ ഗെയിം പബ്ജി. എന്ത് ബസ്സിലടി എന്തിനാ ഇത് കൊണ്ട് വയ്ക്കുന്നത്? ഊതിയാ മതി ഒന്ന്, കാറ്റ് വരും അതില്. അറിയാതെ ഊതണം. ഇവിടെ ഊതാതിട്ട് എന്ന് പറയുന്നുണ്ട്. ഗൈസ്, ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഗെയിമാണ് പബ്ജി. ചുമ്മാ വെച്ചോണ്ടിരുന്നാ പോരാ. ചോദിച്ചാൽ പോലും ഞാൻ ലീഡ് ചെയ്യുക. ഇതൊക്കെയാ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. രണ്ടുപേർക്കും പറയാം. അയ്യേ ചമ്മി. 16ാമത്തെ ചോദ്യം. ഇത് നിങ്ങൾക്ക് പറയാൻ എല്ലാവർക്കും പറയാം. 2024 എനിക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണ്? എന്നോടോ എന്തിനാ ബസ്സിലടിച്ച് 6 നടന്റെ പേരെങ്കിലും പറയുന്നു. മാർക്കോ ലോക്ക് ചെയ്യണം. പോയി തെറ്റി. റൈഫിൾ ക്ലബ്. ആവേശം. ഓ എന്തൊരു സന്തോഷം നിനക്ക് കിട്ടാതെ. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, വേറെ 2-3 സിനിമകൾ ഡൗട്ടായിരുന്നു. സിനിമ ആയതുകൊണ്ട് ഏത് പറയണമെന്ന് ഒരു പിടുത്തമില്ല. കാരണം 2024 ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ആവേശമാണ്. അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ 17ാമത്തെ ചോദ്യം. ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാം. നിങ്ങൾക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യം. ഞങ്ങളെന്തിനാ വിസിലും കൊണ്ടിരിക്കുന്നത്? ഈ അമ്മ വിസിലടിക്കുന്നൊന്നുമില്ല. എനിക്ക് എൻ്റെ ക്യാരക്ടറിൽ ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യം പറയട്ടെ. പറയാൻ പിന്നെ എന്തിനാ വിസിലടിച്ചത്? മിണ്ടത്തില്ല ഈ പട്ടി. ദേഷ്യം. ഓടിട്ടോ ഞാൻ പറഞ്ഞു. അല്ല, അമ്മൂനോട് ആദ്യം ഞാൻ പറഞ്ഞു, തെറ്റിക്കഴിഞ്ഞാൽ ഒരു ഉത്തരേ പറയാവുള്ളൂ. അമ്മ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അതും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം. പക്ഷെ അതിൽ ദേഷ്യമാണ് ഏറ്റവും കറക്റ്റ്. ഞാൻ ആരോടും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും വിട്ടത്തില്ല. അത് ഇങ്ങോട്ടൊന്നും വേണ്ടി. ഞാൻ അങ്ങനെയാണോ? അച്ഛൻ, അപ്പു, അച്ചു, ഞാനും അങ്ങനെയാണോ? ഇങ്ങോട്ട് മിണ്ടിയാൽ ഞാൻ മിണ്ടും. അങ്ങനെ എനിക്ക് മിണ്ടണമെന്ന് തോന്നുന്നു. പക്ഷെ മിണ്ടാനൊരു മടിയാണ്. ഈഗോ സെറ്റാവും. അതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടത്തില്ല. എല്ലാവർക്കും ഈഗോ പ്രശ്നങ്ങളാണ്. ആ ഈഗോ ഒന്ന് മാറ്റി വെച്ചാൽ എല്ലാവരും അടിപൊളിയാണ്. എനിക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫാമിലിയുള്ള പെട്ടെന്ന് ദേഷ്യം എല്ലാവരുടെ കാര്യം പറയും. ഈഗോ ഒന്ന് മാറ്റി വെച്ചാൽ അതിൽ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ അത്യാവശ്യം ഈ ദേഷ്യം പെട്ടെന്ന് വരുന്ന ഒരു ടൈപ്പ് അല്ലാത്തത്. എനിക്ക് പക്ഷെ മിണ്ടത്തില്ല. ഞങ്ങൾ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡാണ്. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ചാടിക്കടിക്കും, അങ്ങനെയുള്ള ടൈപ്പ് ഞങ്ങൾ. പക്ഷേ ഞങ്ങളത് അല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളത് മാക്സിമം ആരോടും പുറത്ത് കാണിക്കാതിരിക്കുന്ന ഒരു ടൈപ്പാണ്. വന്നു കഴിഞ്ഞാൽ വിഷയമാണ്. ഈ വീട്ടിൽ ആരോടെല്ലാം മിണ്ടായിരുന്ന തന്നെ പെട്ടെന്ന് മിണ്ടുന്ന ഞാനാ. ദേഷ്യം കുറച്ചുള്ളത് എനിക്കാ. മതി ചോദിച്ചു. അമ്മൂന്റെ ബെറ്റർ അല്ലത്. ഒരുപാട് ക്ഷമിക്കും. പക്ഷെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ദേഷ്യമാണ്. ഓക്കെ, 18ാമത്തെ ചോദ്യം. ഇതും എല്ലാവർക്കും അറിയാമായിരിക്കും. എൻ്റെ ഏറ്റവും കൂടുതൽ അപ്പനായിരിക്കും ചാൻസ് കൂടുതൽ. അതിൽ പോട്ടെ. സ്റ്റാർ സൈൻ ലിയോ അല്ലേ? ഇതൊന്ന് പറഞ്ഞു പറ. വിസിലടിച്ചില്ലല്ലോ. പറ. സ്കോർപിയോ. തെറ്റാ. മോനെ, അത് സ്റ്റാർ സൈൻ അല്ല, സോഡിയാക് സൈനാ. ശരിയാ.
എന്താ ക്വസ്റ്റ്യൻ തെറ്റി കാണും. പക്ഷെ അമ്മൂന് മനസ്സിലായി ഞാൻ ആദ്യം അടിച്ചതിനേക്കാളും പറയുന്നേക്ക് ഞാൻ ലേറ്റ് ആയിട്ട് അടിച്ചിട്ടും അമ്മൂന് അടുത്ത ചോദ്യം ചോദിക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല അമ്മു ക്വസ്റ്റ്യൻ മാറ്റത്തൊന്നുമില്ല. എന്താ പറയാ ഞാൻ ക്വസ്റ്റ്യൻ മാറ്റി എന്താ ഞാൻ പറയട്ടെ പറയട്ടെ നമ്മള് കഴിഞ്ഞ തവണ ഒരു ഇതെടുത്തായിരുന്നല്ലോ, നമ്മളത് പറഞ്ഞത് ടെലികാസ്റ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞൊരു ഇതെടുത്തായിരുന്നല്ലോ. എന്താ അത് ഓർമ്മയുണ്ടോ? ഒരു ഷീറ്റ് അത്ര എനിക്കറിയാം. ഒരു ഷീറ്റ്. ഓക്കെ, അത് അപ്പൂന് പോയെ സ്റ്റാർ. ഞാൻ ഉദ്ദേശിച്ച ഇത് സംഭവം അപ്പു പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർ സൈൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അവനതാ അക്ഷരാഭ്യാസം ഇല്ലാത്തതിന്റെ. 19ാമത്തെ ചോദ്യം നിനക്കറിയാം. എനിക്കറിയാതിരിക്കാൻ എന്താ? നമ്മുടെ വീട്ടിലോട്ട് ഞാൻ ഇപ്പോൾ ഈ നിമിഷം മുതൽ അങ്ങോട്ടും വാങ്ങാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. വാങ്ങാനല്ല പോലെ വാങ്ങാൻ ഒരു കാര്യം. കാറ്. കാറിന് AC ഉണ്ട്, സാരമില്ല. പോയി ചത്തൂടെ. ഞാൻ എപ്പോഴും പറയുന്നത് കാറിന്റെ കാര്യമൊക്കെ എപ്പോഴും ഈ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ എപ്പോഴും ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമല്ലേ. ഏത് കാറാ ചോദിച്ചാൽ ഞാൻ തെണ്ടിപ്പോയി. കാറേ ഒന്നുമില്ല, അത് ചൂടാവുമ്പോഴല്ലേ. ഇപ്പൊ ചൂടില്ലല്ലോ വലിയ. അത് അകത്ത് ചൂടായിട്ടുണ്ട്. ഫാനിടാത്ത. ഓക്കെ, ഇത് അമ്മൂനായിരിക്കും ഏറ്റവും കൂടുതൽ അറിയാൻ ചാൻസ് കൂടുതൽ. ലാസ്റ്റ് ചോദ്യം, 20ാമത്തെ ചോദ്യം. അപ്പോൾ മോളെ നീ തോറ്റു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ നീ ആ വിജയ്. ഓക്കെ, അത്രയും പോരെ. പറയാവേ. കോമ്പൻസേഷൻ ആയിട്ട് എക്സ്ട്രാ 2 ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കും. അച്ഛൻ്റെ മനസ്സിലുള്ള 2 എണ്ണം. ഓക്കെ, എന്തിനാ ചോദിക്കുന്നത്? ടൈ ബ്രേക്കറിലെ ചോദിക്കാൻ. അമ്മു വീട്ടിൽ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കറി കേക്കട്ടെ. 2 കറി ഉണ്ട്. അതിൽ ഏതാണ്? ചിക്കൻ കറി. പോയി സാമ്പാർ കിട്ടവേ ഇല്ല. അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ ഇഷ്ടമല്ല എനിക്ക്. പുളിശ്ശേരി. അമ്മൂനെ പറഞ്ഞിട്ടില്ല കേട്ടോ ഏത് കറി. അമ്മൂനോട് സാമ്പാർ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കല്ലേ, വേറെ ടൈപ്പിൽ സാമ്പാർ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടൈപ്പ് സാമ്പാറൊക്കെ ഉണ്ട്, എനിക്ക് ഒരു രീതിയിൽ ഉണ്ടാക്കാറത്തുള്ളൂ. പിന്നെ ഇടുന്ന പൊടിയുടെ ഗുണം കൊണ്ടാണ്. എനിക്ക് ഇഷ്ടമല്ല അമ്മ ഉണ്ടാക്കിയ സാമ്പാർ. അങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ചില ടൈമിൽ നല്ല രീതിയിൽ ഉണ്ടാക്കും. പക്ഷേ ആ ടൈമിന്റെ അഹങ്കാരം കൊണ്ട് പല കറികളും. ഞാനൊന്ന് നോക്കട്ടെ. ഇനി എന്തോ എൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾ വരാൻ ചോദിക്കാം. എന്ത് കാര്യത്തിന് ചോദിക്കാം? അമ്മൂനൊരു ആശ്വാസത്തിന് വേണ്ടി. എനിക്ക് എത്ര പല്ലുണ്ട്? എണ്ണുവടാ മോനെ. 36. 36 പല്ലോ? ആകെ 32 പല്ലല്ലേ ഉള്ളൂ. നിനക്ക് 36 ഉണ്ട്. നീ എല്ല് കൂടിയെന്ന് പറയുന്ന പോലെ പല്ലിന്റെ എണ്ണം കൂടുതലായിരിക്കും നിനക്ക്. 24. എനിക്കറിയത്തില്ല എത്ര പല്ലുണ്ടോ. പൊളി നോക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. നാക്കങ്ങോട്ടാക്ക്. 16 17 18 19 20 21 22 21 24 25 26. നിൽക്ക് അവളിക്ക് 27 28 29. ഇങ്ങോട്ടാക്ക് നാക്ക്. 30 പല്ലേ ഉള്ളൂ. 2 പല്ല് കുറവാ എനിക്ക്. 30 പല്ല് ആരോ ഓടിച്ചു വിട്ടതായിരിക്കും. പിന്നെന്താ? ഇനി എന്താ ചോദ്യം ചോദിക്കേണ്ടത്? എനിക്കൊന്നും അറിയത്തില്ല ചോദ്യം ചോദിക്കാനാണ്. ഇത് കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയത് ഈ ചോദ്യങ്ങളൊക്കെ. എങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് ചോദ്യങ്ങൾ? ചോദ്യം എങ്ങനെ ഇത്രയും ചോദിച്ച ചോദ്യങ്ങൾ എങ്ങനെയുണ്ട്? നിങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ ചോദിച്ചത്. പിന്നെ എന്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ കാര്യം ചോദിക്കണോ? കേട്ടില്ലയോ? നോസ് മീ ബെറ്റർ. കേട്ടില്ലയോ? ടഫ് ചോദ്യങ്ങൾ. ടഫ് നല്ല ചോദ്യങ്ങളാണോ? കുഴപ്പമില്ല. നിന്റെ ചോദ്യങ്ങൾ എനിക്കൊന്ന് കേൾക്കണം കേട്ടോ. നീ അടുത്ത വരുമ്പോൾ ഇനിയൊന്ന് ഞാൻ വേറെ ചോദ്യം ചോദിക്കണോ? ഇത് നിർത്താം. ഇനി കൂടുതൽ പോയി കഴിഞ്ഞാൽ അത് വിഷമമാ. വേണ്ട ഇത് നിർത്തുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു ഹൂ നോസ് മീ ബെറ്റർ എന്നെ കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്ന ഒരാൾ
അപ്പുവാണ്. അമ്മു മനസ്സിലാക്കിയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കൂടുതലും എൻ്റെ കൂടെ നടക്കുന്നതും ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുന്നതെല്ലാം ഞങ്ങൾ തമ്മിലാണ്. അപ്പോൾ എന്നെ കൂടുതൽ അറിയാവുന്നത് അപ്പുവായിരിക്കും. സഞ്ചരിക്കാൻ പറഞ്ഞു. അമ്മു എന്നെ നോക്കാമോ? പക്ഷേ അമ്മു എന്നെ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട്. പോരാ പക്ഷേ പോയിന്റ് നോക്കണേ. 1 2 3 4 5 6 7 8 9 1 2 3 4 5 6 20 ചോദ്യങ്ങളിൽ 9 ചോദ്യം അപ്പു കറക്റ്റ് ഇത്രയും വർഷം അവൻ കൂടെ നടന്നിട്ട് അവൻ 9 ചോദ്യം ശരിയാക്കാൻ അതില് ഞാൻ 6 അങ്ങനല്ല 2-3 ചോദ്യം ഞങ്ങൾ ഈ വിസിലടിച്ച ഒരുപോലെ ആയിപ്പോയി. അല്ലെങ്കിൽ അതും ഞാൻ ശരിയാക്കി. തന്നിരിക്കുന്ന ഇടയ്ക്ക് തെറ്റിച്ചായിരുന്നല്ലോ നീ. അത് ഒരാളുടെ കറക്റ്റ് മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ മൈൻഡ്. അപ്പോൾ അപ്പുവിന് 9 പോയിന്റും അമ്മുവിന് 6 പോയിന്റും. വെറും 3 പോയിന്റുകളുടെ വ്യത്യാസത്തിൽ അമ്മു തോറ്റുപോയി. എത്ര പോയിന്റിലാണെങ്കിലും തോൽവി തന്നെ. അക്സെപ്റ്റ് ചെയ്യണം, നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം, തോറ്റുപോയി. അപ്പോൾ എന്നെ കൂടുതൽ മനസ്സിലാക്കിയത് അപ്പുവാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഹൂ നോസ് മീ ബെറ്റർ. അപ്പോൾ അടുത്ത ഇനി ഹൂ നോസ് മീ ബെറ്റർ അപ്പുവിൻ്റെ ആയിരിക്കും. ഇവരെക്കാൾ അടിപൊളി ചോദ്യങ്ങളുമായിട്ട് ഞാൻ വരും. അപ്പോൾ നിങ്ങൾ പറയാം എൻ്റെ ചോദ്യങ്ങൾ വെറൈറ്റി ആണ്. ഏതെങ്കിലുമൊക്കെ നല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യണേ. ഞാൻ മുണ്ട് എവിടെയാണ് കുത്തുന്നത്? അമ്മൂൻ്റെ മൈൻഡിലുള്ള ചോദ്യങ്ങൾ അതൊക്കെ. അത് എൻ്റെ നെഞ്ചത്തോട്ട് എന്തിനാ അടിച്ച് ഞാൻ മുണ്ട് കൊടുക്കാറില്ല. അതാ ഒന്നും പറയുന്നില്ല. എൻ്റെ ചോദ്യങ്ങൾ ഞാൻ കാണിക്കാറേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എനിക്ക് മീശ പിരിച്ചു വെച്ചാണോ വളച്ചു വെച്ചാ ഇതൊക്കെയല്ലേ നീ ചോദിക്കാൻ വരുന്നത്? കണ്ടാണ് ചിരിച്ചുകൂട് വൈൻഡ് അപ്പ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. ഓടി വന്നേ പെട്ടെന്നൊരു വൈൻഡ് അപ്പ് എടുത്തിട്ട് പോ. കമോൺ ബേബേ, ഒരു ബൈ ബൈ പറഞ്ഞിട്ട് പോക്കൂ. ബൈ ബൈ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഞങ്ങൾ മാത്രമായിട്ട് വൈൻഡ് അപ്പ് ചെയ്ത ഒരു ഗുമ്മില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ആരാണ്? നമ്മുടെ അച്ഛൻ. ഒളിഞ്ഞു നോക്കുന്നുണ്ട്. വൈൻഡ് അപ്പ് പറഞ്ഞിട്ട് വാ. ഇവിടെ ഇരിക്കും. അല്ല കിട്ടത്തില്ല, ഇങ്ങ് വാ. അല്ല കിട്ടത്തില്ല, മേലെ ഹൈറ്റ് പോവാ. ഇവിടെ ഫ്രെയിം അത് സാരമില്ല. ഇതൊന്നിരുന്നു. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പൊ ഇന്നത്തെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വി ആർ ഡബിൾ ബാരൽ അല്ല 4 ബാരൽ സൈനിങ് ഓഫ്. ബൈ ബൈ. എന്താ